ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ഡൗട്ടുകൾ, അതായത് കൂട്ടുകാർ ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ടുകളെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം, ഒരുപാട് സമയം കളയാതെ. ആദ്യം തന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു സംശയമാണ് വാറും അതുപോലെ ഡൈനാമിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇപ്പോൾ ഡൈനാമിക് വെച്ച് നമുക്ക് സ്ട്രിങ്, ഇൻറ്റീജർ, നമ്പർ, അതുപോലെ ലിസ്റ്റ്, മാപ്പ്, ഈ തരത്തിലുള്ള എല്ലാ ഡേറ്റ ടൈപ്പുകളെയും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാർ വെച്ചും പറ്റും. പിന്നെ എന്തിനാണ് നമുക്ക് ഈ രണ്ടും, ഏതെങ്കിലും ഒരെണ്ണം പോരെ എന്നൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് സെക്ഷൻ. ഡൈനാമിക് എന്താണ്, വാർ എന്താണെന്നൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഡൈനാമിക് വെച്ചിട്ട് നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ടെസ്റ്റ് എന്ന് പറയുന്നൊരു വേരിയബിൾ, അതിനകത്തേക്ക് ഞാൻ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് എന്ത് ടൈപ്പാണ്? ഡൈനാമിക് ടൈപ്പാണ്. അപ്പോൾ ഡൈനാമിക് ആയിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് ടൈപ്പ് വാല്യൂ വേണം നമുക്ക് സ്റ്റോർ ചെയ്യാം അല്ലേ. അപ്പോൾ ഞാൻ ഇതിനൊന്ന് പ്രിൻ്റ് ചെയ്യുവാണ്. ടെസ്റ്റ് നമുക്ക് സ്ട്രിങ് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, അപ്പോൾ ഞാനിത് ഓൾറെഡി ഈ ടെസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ ഡൈനാമിക് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ടൈപ്പ് എന്താ? സ്ട്രിങ് ടൈപ്പാണ്. കാരണം അതിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് സ്ട്രിങ് ടൈപ്പാണ് അല്ലേ. അപ്പോൾ നിലവിൽ ടെസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഒരു സ്ട്രിങ് ടൈപ്പ് വേരിയബിളാണ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടെസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ എന്ത് ടൈപ്പാണ്? സ്ട്രിങ് ടൈപ്പാണ് ഇപ്പോൾ അല്ലേ. കാരണം നമ്മൾ അതിലേക്ക് ഒരു സ്ട്രിങ് വാല്യൂ ആണ് അസൈൻ ചെയ്ത് കൊടുത്ത്. ഇനി ഞാൻ നിലവിൽ ടെസ്റ്റിനകത്തുള്ള വാല്യൂ സ്ട്രിങ് ആണ്, അതിനെ ഓവർ റൈഡ് ചെയ്ത് അതിനെ മായ്ച്ച് കളഞ്ഞ് ഞാൻ വീണ്ടും ഒരു വാല്യൂ അതിലേക്ക് സേവ് ചെയ്യാൻ പോകുന്നത്. ഇത്തവണ ഞാൻ 10 എന്ന് പറയുന്ന ഡിജിറ്റ്, അല്ലെങ്കിൽ ഇൻറ്റീജറിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ 10 എന്ന് പറയുന്ന വാല്യൂ സ്ട്രിങ് എന്ന് പറയുന്ന ഈ സ്ട്രിങ് എന്ന് പറയുന്ന വാല്യൂവിനെ എറൈസ് ചെയ്ത് കളഞ്ഞിട്ട് ഈ ടെസ്റ്റിനകത്തെ വാല്യൂ എന്താവും? 10 ആവും. നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ? അതായത് എന്ത് സംഭവിച്ചു? ഡൈനാമിക് വെച്ച് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് സ്ട്രിങ് വാല്യൂവിനെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. അത് കഴിഞ്ഞ് പ്രോഗ്രാമിൻ്റെ വേറൊരു സെക്ഷനിൽ നമ്മൾ ആ ടെസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഒരു ഇൻറ്റീജർ വാല്യൂ അസൈൻ ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? ആ സ്ട്രിങ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രിങ് ടൈപ്പ് വാല്യൂ ഓവറൈഡ് ആയിപ്പോയി അല്ലേ. നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടും കിട്ടി. അപ്പോൾ ഡൈനാമിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു വേരിയബിളിനെ നമുക്ക് പുതിയ ടൈപ്പ് വാല്യൂസ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേറെ നോക്കാം. ഞാൻ വേറെ വെച്ചിട്ട് test1 എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് ഞാൻ സ്ട്രിങ് 1 എന്ന് പറയുന്ന സ്ട്രിങ് വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്തു. ഓക്കെ, നമുക്കിനി അതിനെ ഒന്ന് പ്രിൻ്റ് ചെയ്യിക്കാം. എന്ത് കിട്ടും നോക്കാം. ഇപ്പോൾ നമുക്ക് സ്ട്രിങ് 1 എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം അല്ലേ. ഓക്കെ, അത് കാണിച്ചു. ഇനി ഞാൻ ഇതേ പ്രോസസ്സ് നമ്മൾ ഈ ഡൈനാമിക് വെച്ച് ചെയ്തപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതേ പ്രോസസ്സ് തന്നെ ഞാൻ വീണ്ടും ചെയ്യാൻ പോകുന്നത് വേറെ ടൈപ്പ് വേരിയബിളിലേക്ക്. test1 = 10 എന്ന് ഞാൻ അസൈൻ ചെയ്യാൻ പോവാണ്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ അസൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം വാർ വെച്ചിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ അതിൻ്റെ ടൈപ്പ് എന്താണോ, ഇനിഷ്യലി തുടക്കത്തിൽ എന്താണോ ആ വാർ വേരിയബിളിൻ്റെ ടൈപ്പ്, അത് തന്നെയായിരിക്കും ആ പ്രോഗ്രാമിലുടനീളം ആ വേരിയബിളിൻ്റെ ടൈപ്പ്. അത് നമുക്കിനി മാറ്റാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഡൈനാമിക് വെച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആവാം, ഇൻറ്റീജർ ആവാം. അത് ഏത് പോയിന്റിൽ, പ്രോഗ്രാമിൻ്റെ ഏത് പോയിന്റിൽ വേണമെങ്കിലും നമുക്ക് ആ വേരിയബിളിൻ്റെ ടൈപ്പിനെ മാറ്റാം. നമുക്ക് എന്ത് ടൈപ്പ് വാല്യൂ വേണമെങ്കിലും പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് വേണമെങ്കിലും ഒരു ഡൈനാമിക് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. പക്ഷേ ഒരു വാറിനകത്ത്, ഒരു വാർ ടൈപ്പ് വേരിയബിളിൽ ഇനിഷ്യലി നമ്മൾ എന്ത് വാല്യൂ ആണോ, എന്ത് ടൈപ്പ് വാല്യൂ ആണോ കൊടുത്ത് അതേ ടൈപ്പ് വാല്യൂ മാത്രമേ പ്രോഗ്രാമിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രിങ് 2 എന്നായിരുന്നു അസൈൻ ചെയ്തിരുന്നെങ്കിൽ അവിടെ എറർ വരില്ല. കാരണം എന്താ? ഈ ടൈപ്പ് രണ്ടും സെയിം ആണ്, ഒരേ ടൈപ്പിലുള്ള വാല്യൂ ആണ് നമ്മൾ വീണ്ടും വേറിലേക്ക് അസൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എറർ പറ്റില്ല. അപ്പോൾ എന്തായിരിക്കും ഇനി അടുത്ത ഔട്ട്പുട്ട് കിട്ടുന്ന പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിങ് 2 എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈനാമിക്കും വാറും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വാറും ഡൈനാമിക്കും പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഡേറ്റ ടൈപ്പ് കൂടി ഞാൻ പറയാം. ഫൈനൽ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്. ഫൈനൽ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് വാർ പോലെയും ഡൈനാമിക് പോലെയും തന്നെയാണ്. അതായത് ഫൈനൽ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിലേക്ക് നമുക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയൊരു സാമ്പിൾ എഴുതാം. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനൽ
എന്ന് പറയുന്നത്, ഇത് ഈ ഒരു ഫൈനൽ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ഞാൻ ഡേറ്റ ടൈപ്പുകൾ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് ഇതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആവശ്യമുള്ളത് അപ്പോൾ പഠിപ്പിച്ച് പോകാനാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ടൺ ഓഫ് ഇൻഫർമേഷൻ ഇങ്ങനെ നിങ്ങളുടെ തലയിലൊക്കെ കുത്തി തിരുകുന്നതിലും ഭേദമാണെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഓൾറെഡി ക്യൂരിയസ് ആണ്, അതുകൊണ്ടാണ് പിന്നെ ഞാനിത് കവർ ചെയ്ത് പോയേക്കാന്ന് വെച്ചാൽ. ഇപ്പോൾ ഫൈനൽ എന്ന് പറയുന്നത് ഡൈനാമിക്കും വാറും പോലെ തന്നെയാണ്. നമുക്ക് അതിലേക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു തവണ മാത്രമേ ഫൈനൽ വേരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ചെയ്ത പോലെ string 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഡൈനാമിക്കും വാറും പോലെ തന്നെയാണ് ഫൈനൽ. പക്ഷേ ഒരു തവണ മാത്രമേ നമുക്ക് അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. 3 തരത്തിലുള്ള ഡേറ്റ ടൈപ്പുകൾ നമ്മളിപ്പോൾ പഠിച്ചു. അതിൻ്റെ കൺസെപ്റ്റ് എന്താ, അതിൻ്റെ റിയൽ യൂസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഡൈനാമിക്, അതുപോലെ വാർ, അതുപോലെ ഫൈനൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു ഈ 3ൻ്റെയും പർപ്പസ് ഒന്ന് തന്നെയാണ്. നമുക്ക് എന്ത് തരത്തിലുള്ള ഡേറ്റ ടൈപ്പ് വേണമെങ്കിലും, ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂ വേണമെങ്കിലും നമുക്ക് ഈ ഡൈനാമിക്കിലേക്കും വാറിലേക്കും ഫൈനലിലേക്കും അസൈൻ ചെയ്യാം. പക്ഷേ ഡൈനാമിക്കിൽ നമുക്ക് വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ വേരിയബിളിലേക്ക് നമുക്ക് എന്ത് ടൈപ്പ് വാല്യൂ വേണമെങ്കിലും അസൈൻ ചെയ്യാം. ഒരു തവണ നമുക്ക് ഡൈനാമിക്കിലേക്ക് ഒരു വാല്യൂ, എന്തെങ്കിലും ഒരു ടൈപ്പ് വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് ഏത് പുതിയ ടൈപ്പ് വാല്യൂ വേണമെങ്കിലും ഡൈനാമിക് വേരിയബിളിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാം. പക്ഷെ വാറിൽ നമുക്ക് ആ സെയിം ടൈപ്പ് മാത്രമേ പിന്നീട് അസൈൻ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഓൾറെഡി ഒരു സ്ട്രിങ് എന്ന് പറയുന്ന ഒരു വാല്യൂ വാറിനകത്തുണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് വാല്യൂ ആണ് സ്വീകരിക്കുള്ളൂ? സ്ട്രിങ് വാല്യൂ മാത്രമേ സ്വീകരിക്കുള്ളൂ ആ ഒരു പർട്ടിക്കുലർ വേരിയബിളിന്. ഓക്കെ, ഫൈനലിൽ നമുക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും അസൈൻ ചെയ്യാം. പക്ഷേ ഒരു തവണ മാത്രമേ ഫൈനൽ വേരിയബിളിൽ നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 തരത്തിലുള്ള ഈ ഡേറ്റ ടൈപ്പുകൾ എപ്പോഴും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു, എന്തിനാണ് നമുക്ക് വാറും ഡൈനാമിക്കും ഏതെങ്കിലും ഒരെണ്ണം പോരെയെന്ന്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, ഫൈനൽ വേരിയബിളിൽ ഒരു തവണ മാത്രമേ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ, വാറിൽ ഒരു തവണ അസൈൻ ചെയ്ത ടൈപ്പ് മാത്രമേ വീണ്ടും അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ, ഡൈനാമിക്കിൽ എന്ത് ടൈപ്പും ഏത് പോയിന്റിൽ വേണമെങ്കിലും അസൈൻ ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ തക്കതായ യൂസ് കേസുകൾ നമുക്ക് എപ്പോഴും ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ വരാറുണ്ട്. എനിക്ക് ഒരുപാട് വരാറുണ്ട് ഇതിൻ്റെ ഉപയോഗം. അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കുക, ഇത് നമ്മൾ ഒരുപാട് ഉപയോഗിക്കാൻ പോകുന്നൊരു കാര്യമായിരിക്കും. ഓക്കെ, അടുത്തായിട്ടുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കൂട്ടുകാർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ ഒരു ടോപ്പിക്ക് ഞാൻ പിന്നീട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇത് ഇപ്പോൾ തന്നെ കവർ ചെയ്ത് പോകാം, കാരണം എല്ലാവർക്കും ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമുക്ക് ക്ലാസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ക്ലാസ്സിലേക്ക് എങ്ങനെ വാല്യൂസിനെ നമുക്ക് പാസ് ചെയ്യാം, പാരാമീറ്റേഴ്സിനെ എങ്ങനെ പാസ് ചെയ്യാമെന്ന് പഠിച്ചു, എങ്ങനെ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു, മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുമ്പോൾ ആ പാസ് ചെയ്യുന്ന ഓർഡർ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്ന്. അതിനൊരു സൊല്യൂഷനും കൂടെ ഉണ്ട്. നമുക്ക് നെയിംഡ് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യാൻ പറ്റും. അതായത് നെയിംഡ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ക്ലാസ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഇന്ന പേരിലുള്ള ഒരു പാരാമീറ്റർ നമുക്ക് വരും, ആ പാരാമീറ്റർ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അയക്കാം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഓർഡർ ഒന്നും ഒരു കറക്റ്റ് ആയിരിക്കണം എന്നില്ല, നമുക്ക് കറക്റ്റായിട്ടുള്ള പാരാമീറ്ററിലേക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ക്ലാസ്, ഒരു സാമ്പിൾ ക്ലാസ് നമുക്ക് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഞാൻ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ആ സെയിം ക്ലാസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ വേരിയബിൾസ്? നെയിം, പിന്നെന്താണ് സ്ട്രിങ് ക്ലാസ് നെയിം, പിന്നെന്തായിരുന്നു മാർക്കുകൾ അല്ലേ. അപ്പോൾ ഇത്തവണ നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല മാർക്കിന് വേണ്ടിയിട്ട്, അതിന് പകരം നമ്മൾ വാറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ വാറിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വാല്യൂവിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? ഒരു കൺസ്ട്രക്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ വാല്യൂവിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഒരു ഫംഗ്ഷനകത്ത് എങ്ങനെയാണോ വാല്യൂവിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രിങ് നെയിം, പിന്നെ എന്തായിരുന്നു? സ്ട്രിങ് ക്ലാസ് നെയിം, പിന്നെന്തായിരുന്നു? വാർ
മാർക്സ്. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഫംഗ്ഷനകത്ത് കൺസ്ട്രക്ടർ ഫംഗ്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ വാല്യൂസിനെ എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കൺസ്ട്രക്ടർ റെഡിയായി. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒബ്ജക്റ്റ് അങ്ങ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റുഡൻറ്റ് ജോൺ ടു. ഓക്കെ, ഇനി എങ്ങനെയാണ് വാല്യൂ പാസ് ചെയ്യുന്നത്? നമ്മൾ എന്താണ് നമ്മളെ വാല്യൂ അതങ്ങ് പാസ് ചെയ്യുക ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട്. ഓക്കെ, ആ പഴയ പ്രോഗ്രാം തന്നെയാണ്, ഒന്ന് ഇത് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മറ്റേതിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ ടൈപ്പ് ചെയ്തതാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോസിൽ ചെയ്ത അതേ പ്രോഗ്രാം തന്നെയാണ്. എങ്ങനെയാണ് വാല്യൂസിനെ പാസ് ചെയ്തത്? ആദ്യത്തെ വേരിയബിൾ എന്താണ്? നെയിം. അപ്പം നെയിം തന്നെ നമ്മൾ ആദ്യം പാസ് ചെയ്യണം അല്ലേ. അതുപോലെ രണ്ടാമത്തത് എങ്ങനെയാണ്? ക്ലാസ് ആണ്. ഇപ്പോൾ ക്ലാസ് തന്നെ രണ്ടാമത് പാസ് ചെയ്യണം. അടുത്തത് എന്താണ്? മാർക്കുകൾ. അപ്പം അടുത്ത മാർക്ക് തന്നെ പാസ് ചെയ്യണം. നമുക്ക് ഇനി ഒന്ന് പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷൻ കൂടെ. ഓക്കെ, പ്രിൻറ്റ് ചെയ്യാൻ അപ്പോൾ നമുക്കിത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ കിട്ടി. ഇനി ആ ഫംഗ്ഷനെ നമുക്ക് വോയിഡ് മെയിനിൽ നിന്നുകൊണ്ട് നമുക്ക് വിളിക്കാം, പ്രിൻറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിരിക്കണം ഔട്ട്പുട്ട്? സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ നെയിം എന്താണോ. ഓക്കെ, നമ്മൾ ഓർക്കില്ല കഴിഞ്ഞ ഇതിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എന്തൊക്കെയായിരുന്നു? ഇൻറ്റിജർ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ സ്ട്രിങ്ങിനകത്തോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിച്ചത്, പക്ഷെ നടന്നില്ല. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ, പക്ഷേ ഞാൻ തന്നെ മറന്നുപോയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ എല്ലാം ആയി, നമ്മൾ അതിനെ പ്രിൻറ്റ് ചെയ്തു അല്ലേ. ഇനി ഞാനൊരു ഇവിടെ ഒരു മിസ്റ്റേക്ക് അറിഞ്ഞുകൊണ്ട് ഒരു മിസ്റ്റേക്ക് വരുത്താൻ പോവാണ്. ഇപ്പം ജോൺ എന്നുള്ള പേര് ഞാൻ രണ്ടാമത്തെ പാരാമീറ്ററായിട്ട് കൊടുത്തു എന്ന് വെച്ചോ. എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. ഇപ്പം നെയിമിൻ്റെ സ്ഥാനത്ത് 7th പ്രിൻറ്റ് ചെയ്യും, ക്ലാസിൻ്റെ സ്ഥാനത്ത് ജോൺ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ് അല്ലേ. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നെയിംഡ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നത്. നെയിംഡ് പാരാമീറ്റേഴ്സ് എന്ന് നമ്മൾ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. നെയിംഡ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്ത് പാരാമീറ്ററാണോ പാസ് ചെയ്യാൻ പോകുന്നത് അതിന് ഓൾറെഡി ഒരു നെയിം കൊടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യും. പിന്നെ അതിനെ നമുക്ക് ഈ സ്റ്റുഡൻറ്റ് അത് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഏത് പൊസിഷനിൽ നിന്ന് അയച്ചാലും നമുക്ക് അതിനെ കറക്റ്റായിട്ടുള്ള വേരിയബിൾ തന്നെ നമുക്ക് കിട്ടും. അതാണ് നെയിംഡ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ പറയുന്ന കൺസ്ട്രക്ടറിനകത്ത് നമുക്ക് ഇത്രയും വേരിയബിൾസ് ഉണ്ടല്ലേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഡിഫൈൻ ചെയ്ത ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു കേർലി ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊടുക്കുക. ഓക്കെ, അതായത് നമ്മൾ എന്താണോ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേ സംഭവം തന്നെ നമ്മൾ ആ റൗണ്ട് ബ്രാക്കറ്റിനകത്തായിരുന്നു നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിന് പകരം ആ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ ഒരു കേർലി ബ്രാക്കറ്റും കൂടി ഓപ്പൺ ചെയ്ത് ആ സെയിം വേരിയബിൾസ് നമ്മൾ ആ കേർലി ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇവിടെ എറർ കിട്ടാൻ തുടങ്ങി, ഈ വാല്യൂ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. ഇവിടെ പാസ് ചെയ്യുന്ന വേരിയബിൾ വാല്യൂസിനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് വാല്യൂ പാസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആണ്, കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആണ്. നമുക്ക് ഇവിടെ എന്താണോ നമ്മൾ വേരിയബിൾ നെയിം ഉപയോഗിച്ചത് ആ വേരിയബിൾ നെയിം ടൈപ്പ് ചെയ്യുക, എന്നിട്ടൊരു കോളൻ, എന്നിട്ട് നമുക്ക് വാല്യൂ പാസ് ചെയ്യാം, ജോൺ. ഓക്കെ, അടുത്തത് എന്തായിരുന്നു? ക്ലാസ് നെയിം 7th. അടുത്തെന്തായിരുന്നു? മാർക്സ്. എന്നിട്ട് മാർക്കുകൾ എത്രയാണോ അതും പാസ് ചെയ്യാം. നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടി. അതായത് നെയിംഡ് പാരാമീറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂവിന് നമ്മളൊരു നെയിംഡ് വേരിയബിളിലേക്ക് ഓൾറെഡി അസൈൻ ചെയ്തിട്ടാണ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അയക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ചെയ്ത പോലെ നമുക്ക് ഇതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി കൊടുക്കാം. ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. കാരണം എന്താ, നമ്മൾ ഈ അയക്കുന്ന വാല്യൂ ഏത് പൊസിഷനിൽ അയച്ചാലും നമ്മൾ എങ്ങനെ അയക്കുന്നത്, അതിനൊരു നെയിംഡ് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ട് ആ വേരിയബിളാണ് അയച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലാസ് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്കാണ് നമ്മൾ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 7th എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യുന്നത്. അത് കൺസ്ട്രക്ടറിൽ വരുമ്പോൾ എന്താണ്, കൺസ്ട്രക്ടറിന് ഓൾറെഡി അറിയാം അത് ഈ ക്ലാസ് നെയിം തന്നെയാണ് ആ ക്ലാസ് നെയിം എന്ന്.
ഓക്കെ. അപ്പോൾ ആ കൺസ്ട്രക്ടർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് നെയിമിനെ എടുത്ത് ദിസ് ഡോട്ട് ക്ലാസ് നെയിം എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലേക്ക്, അതായത് ആ ഒബ്ജക്റ്റിൻ്റെ ആ ഒരു വേരിയബിളിലേക്ക് ആ വാല്യൂ എന്താണോ വരുന്നത് ആ വാല്യൂവിനെ അങ്ങ് അസൈൻ ചെയ്യും. അപ്പോൾ ആ ഒരു സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ഈ വാല്യൂവിനെ അയച്ചു. അപ്പോൾ ഭാവിയിലേക്ക് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിലെല്ലാം തന്നെ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രീതിയിലായിരിക്കും വാല്യൂവിനെ പാസ് ചെയ്യുന്നത്. വാല്യൂ പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്ത് വേരിയബിളിലേക്കാണ് നമ്മൾ അയക്കുന്നതെന്നല്ലേ. അപ്പോൾ ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ബേസിക് ലെവലിൽ നിങ്ങളുടെ തലയിലേക്ക് കുത്തി തിരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പിന്നത്തേക്ക് ആക്കിയത്. പക്ഷേ ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ നെയിംഡ് വേരിയബിൾസ് എന്നാണ് ഇതിനെ പറയുന്നത്. ചുമ്മാ ഒരു വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമ്മളൊരു വേരിയബിൾ നെയിമിലേക്ക് ആ വാല്യൂ ആദ്യം തന്നെ അസൈൻ ചെയ്യും. എന്നിട്ട് ആ വേരിയബിളിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിലൂടെ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. നമ്മൾ അയച്ചു കൊടുക്കുന്ന ഡേറ്റ എന്താണെന്നും അതിൻ്റെ ഓർഡർ മാറിപ്പോയാലും ഒന്നും കുഴപ്പമില്ല, കറക്റ്റായിട്ട് തന്നെ അത് എത്തേണ്ടടുത്ത് എത്തിച്ചേരും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എഴുതിയ പ്രോഗ്രാംസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അതിൽ നിങ്ങൾ പാസ് ചെയ്ത ആ ഒരു പാരാമീറ്റേഴ്സ് എല്ലാം സാധാ പാരാമീറ്റേഴ്സ് ആയിരുന്നല്ലോ, അതിനെല്ലാം ഈ പറഞ്ഞ പോലെ നെയിംഡ് പാരാമീറ്റേഴ്സ് ആക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. ഈ പറഞ്ഞ എക്സാമ്പിളിൽ നിന്നും എങ്ങനെയാണ് ചെയ്യാമെന്ന് തന്നെത്താനെ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം ഈ കൺസ്ട്രക്ടറിൽ തന്നെയുള്ള ഒരു സംഭവമാണ്. ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ എപ്പോഴും എങ്ങനെയാണ് ചെയ്തുകൊണ്ട് ഈ കൺസ്ട്രക്ടർ ഒരു ഫംഗ്ഷനാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ്, ഒരു പാരാമീറ്റർ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പാരാമീറ്ററിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. വരുന്ന ഡേറ്റ എന്താണോ ആ വേരിയബിൾ, ആ ഡേറ്റയെ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ദിസ് എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വേരിയബിൾ ഉപയോഗിച്ച് നമ്മളിവിടെ സ്വീകരിക്കുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി നടക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിനെ ഒരു ഷോർട്ട് ഫോം ഉണ്ട്. നമുക്ക് ഇത്രയും കോഡുകൾ എഴുതാതെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം സാധിക്കാൻ പറ്റും. ഇപ്പം ഞാൻ അപ്പോൾ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരിക്കും, നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്ന ഇതായിരിക്കും, പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും പഠിച്ചത്? നമ്മൾ എന്തിനാണ് ഇത്രയും പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസ്ട്രക്ടർ ശരിക്കും എന്താണ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് കൺസ്ട്രക്ടർ ഒരു വാല്യൂവിനെ സ്വീകരിച്ച് അതിനെ ആ ഒബ്ജക്റ്റിൻ്റെ വാല്യൂ ആയിട്ട് അസൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ടർ നമ്മൾ എഴുതി പഠിച്ചത്. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്താണെന്ന് പഠിച്ച് ചെയ്തില്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബേസിക്കായിട്ട് ഈ ഒരു കൺസ്ട്രക്ടറിനെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അപ്പോൾ ഈ കൺസ്ട്രക്ടറിനെ ഇത്രയും വലുതാക്കാതെ ചെറിയൊരു മാറ്റം ഈ കൺസ്ട്രക്ടറിന് വരുത്തിയാൽ, അതായത് ഇപ്പം നമ്മൾ ഇത്രയും എഴുതി ഈ കോഡിൻ്റെ ഒരു ഷോർട്ട് ഹാൻഡ് വേർഷനായിട്ട് നമുക്കതിനെ പറയാം. അപ്പം ഭാവിയിലേക്ക് നമ്മൾ എഴുതുന്ന കോഡുകൾ ഫുൾ അങ്ങനെ ആയിരിക്കും, ആ ഒരു ഷോർട്ട് ഹാൻഡ് വേർഷൻ ആയിരിക്കും നമ്മൾ എഴുതുന്നത്. പക്ഷേ അപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന്. അതായത് നമ്മളുടെ കൺസ്ട്രക്ടറിലേക്ക് വരുന്ന വാല്യൂ എന്താണോ അതിനെ നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റോർ ചെയ്ത വേരിയബിളിലുള്ള വാല്യൂവിനെ നമ്മൾ പിന്നീട് ദിസ് ഡോട്ട് നെയിമിലേക്ക്, ആ ഒബ്ജക്റ്റിൻ്റെ നെയിമിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യം തന്നെ ഈ ബോഡി ഫുള്ള് കളയുക, എന്നിട്ട് ഒരു സെമി കോളൻ വെച്ചിട്ട് ഈ കൺസ്ട്രക്ടർ സ്റ്റേറ്റ്മെൻറ്റിനെ എൻഡ് ചെയ്യിക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ പാരാമീറ്റേഴ്സിനെ കളയാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എങ്ങനെയായിരുന്നു ഒരു ഒബ്ജക്റ്റിൻ്റെ വേരിയബിൾസിനെ ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത്, ദിസ് എന്ന് പറയുന്ന കീവേഡ് വെച്ചു അല്ലേ. അപ്പോൾ ആ ദിസ് എന്ന് പറയുന്ന കീവേഡ് വെച്ച് നമുക്കിവിടെ ഡയറക്റ്റായിട്ട് ആ ഒബ്ജക്റ്റിൻ്റെ വേരിയബിൾസ് തന്നെ, ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെ ഇവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇവിടെ നമ്മൾ റിമൂവ് ചെയ്തു, നമ്മൾ ആദ്യം തന്നെ ബോഡി റിമൂവ് ചെയ്തു, കൺസ്ട്രക്ടറിൻ്റെ ബോഡി റിമൂവ് ചെയ്തു, എന്നിട്ട് സെമി കോളൻ വെച്ചിട്ട് ആ ഒരു കൺസ്ട്രക്ടർ സ്റ്റേറ്റ്മെൻറ്റിനെ എൻഡ് ചെയ്തു. ഇപ്പം നിലവിൽ ഈ ഒരു ഫംഗ്ഷൻ, കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എങ്ങനെ ഇരിക്കുന്നത്, ഈ ജോൺ എന്ന് പറയുന്ന ജോൺ ഡോട്ട് പ്രിൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കോൾ പോലെ തന്നെ ആയില്ല ഇപ്പോൾ. അതായത് ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷൻ കോളാണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ടർ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഒരു ക്ലാസ്സിന് ഡീഫോൾട്ടായിട്ട് ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. നമ്മളത് ക്രിയേറ്റ് ചെയ്തില്ലേ പോലും ബൈ ഡീഫോൾട്ട് അവിടെ ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ബോഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ
ഓൾറെഡി ഉള്ള ആ കൺസ്ട്രക്ടറിനെ ഓവർ റൈഡ് ചെയ്ത് നമ്മൾ പുതുതായിട്ടൊരു കൺസ്ട്രക്ടറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിൽ കുറേ അസൈൻമെൻറ്റ്സ് ചെയ്തില്ലേ, അതായത് ഈ വരുന്ന വാല്യൂവിനെ എടുത്ത് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് സ്റ്റോർ ചെയ്തു, ആ വേരിയബിളിനകത്തുനിന്ന് ദിസ് ഡോട്ട് നെയിമിലേക്ക് സ്റ്റോർ ചെയ്തു. ആ അത്രയും പ്രോസസ്സുകൾ ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് വരുന്ന വാല്യൂ എന്താണോ ആ വാല്യൂവിനെ നേരിട്ട് അതേപടി തന്നെ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്താൽ മാത്രം മതി. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് കേർലി ബ്രാക്കറ്റ് എന്തിനായിരുന്നു? നെയിംഡ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേർലി ബ്രാക്കറ്റ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അതിനകത്ത് എന്ത് ചെയ്തു? നമ്മൾ സ്ട്രിങ് നെയിം അല്ലെങ്കിൽ സ്ട്രിങ് ക്ലാസ് നെയിം അല്ലെങ്കിൽ വാർ മാർക്സ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നതിന് പകരം ആ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി, ഒബ്ജക്റ്റിൻ്റെ നെയിമും ഒബ്ജക്റ്റിൻ്റെ ക്ലാസ് നെയിമും എങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ആ വേരിയബിൾസ് നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്തു. നമുക്കിനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് അതേ ഔട്ട്പുട്ട് തന്നെ കിട്ടി. കാരണം ഇപ്പോൾ നെയിം എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ ജോൺ എന്ന് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ വാല്യൂ ഇവിടെ വരും. എന്നിട്ട് നോക്കും ഇതിലേതാ നെയിം എന്ന് പറയുന്ന വേരിയബിൾ. അപ്പോൾ ഇതാണെന്ന് കണ്ടു. അതെന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒബ്ജക്റ്റിൻ്റെ സ്ട്രിങ് നെയിം എന്ന് പറയുന്ന വേരിയബിളിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ജോൺ എന്ന് പറയുന്ന വാല്യൂ എന്തിലേക്ക് സ്റ്റോർ ചെയ്യും? നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഇനി അടുത്ത ക്ലാസ് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ 7th എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്ത് പാസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോഗ്രാം ഇവിടെ എത്തും. ഇവിടെ വന്നിട്ട് നോക്കും ഏതാണ് ക്ലാസ് നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ, അതിലേക്ക് ആ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ ദിസ് ഡോട്ട് ക്ലാസ് നെയിം എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നുണ്ട്. പ്രോഗ്രാമിന് മനസ്സിലാവും ഇതൊരു ഒബ്ജക്റ്റിൻ്റെ ക്ലാസ് നെയിമാണ്. നമ്മുടെ പ്രോഗ്രാം എന്ത് ചെയ്യും? സെർച്ച് ചെയ്യാൻ തുടങ്ങും. എവിടെയാണ് ഈ ഒബ്ജക്റ്റിൻ്റെ ക്ലാസ് നെയിം എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എവിടെയാണെന്ന് നോക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കും. അങ്ങനെ ഈ ക്ലാസ് നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആ 7th എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ആവും. അതുപോലെ തന്നെ മാർക്കിൻ. അപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ടറിനെ അങ്ങ് സിംപ്ലിഫൈ ചെയ്തു. ഒരുപാട് കോഡ് അവിടെ ഒഴിവാക്കി കിട്ടിയ നമുക്ക്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സെയിം വീഡിയോ ഒന്നുകൂടി ഒന്ന് കാണുക. ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാം ഈ ഒരു ഡെഫിനിഷൻ കാണുമ്പം. എന്തുകൊണ്ട് നിങ്ങളിത് ആദ്യം തന്നെ ചെയ്തില്ല എന്ന് പലരും ചോദിച്ചേക്കാം. പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ടറിൻ്റെ ബിഹൈൻഡ് ദ സീൻ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി മുതൽ ഒരു ക്ലാസ്സിലേക്ക് വാല്യൂ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ട്യൂട്ടോറിയലിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാൻ ശ്രമിച്ചത്. ഒന്ന് ഡേറ്റ ടൈപ്പുകളിൽ വേറെ ഡൈനാമിക് നമ്മളുടെ വ്യത്യാസം, പിന്നെ ഫൈനൽ എന്ന് പറയുന്ന ഒരു പുതിയ ഡേറ്റ ടൈപ്പും നമ്മൾ പഠിച്ചു. അതുപോലെ നെയിംഡ് പാരാമീറ്റേഴ്സ് എങ്ങനെ പാസ് ചെയ്യാമെന്ന് പഠിച്ചു. അതായത് നമുക്ക് ഏത് ഓർഡറിൽ നമ്മൾ വാല്യൂ പാസ് ചെയ്താലും കറക്റ്റായിട്ടുള്ള വേരിയബിളിൽ എങ്ങനെ എത്തിച്ചേരുമെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിനുവേണ്ടി നമ്മൾ നെയിംഡ് പാരാമീറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. കേർലി ബ്രാക്കറ്റ് ഉപയോഗിച്ചാൽ മതി എന്ന് ഉള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് നമ്മൾ ഇതുവരെ ചെയ്ത പ്രോഗ്രാമിൽ നമ്മളങ്ങ് സിംപ്ലിഫൈ ചെയ്തു. കുറേ സ്റ്റെപ്പുകൾ, അനാവശ്യമായ കുറേ സ്റ്റെപ്പുകൾ ഒഴിവാക്കി എങ്ങനെ ഈസി ആയിട്ട് ആ പാസ് ചെയ്ത് വരുന്ന വാല്യൂവിനെ ഒബ്ജക്റ്റിൻ്റെ വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്യാമെന്നും പഠിച്ചു. ഇത്രയും കാര്യങ്ങളായിരുന്നു കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡാർട്ടിൻ്റെ ബേസിക് ട്യൂട്ടോറിയലുകളെല്ലാം ഇവിടെ തീരുകയാണ്. അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഫ്ലട്ടറാണ് ചെയ്തു തുടങ്ങുന്നത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് വിൻഡോസ് ആയിരിക്കും. വിൻഡോസിൽ എങ്ങനെ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യാം, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എങ്ങനെ സെറ്റപ്പ് ചെയ്യും, അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. അതുപോലെ മാക് OS ഞാൻ പോൾ റൺ ചെയ്തിരുന്നു, ആരൊക്കെ എന്തൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് എന്ന്. അതിൽ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് വിൻഡോസ് ആണ്. പിന്നീട് മാക് ഉപയോഗിക്കുന്നവരുണ്ട്, പിന്നെ ലിനക്സ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ വിൻഡോസിൽ എങ്ങനെ ഫ്ലട്ടർ സെറ്റപ്പ് ചെയ്യാം, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാമെന്ന് ആദ്യത്തെ വീഡിയോയിൽ നോക്കാം. അടുത്ത വീഡിയോയിൽ മാക് OS നോക്കാം. ഇനി ലിനക്സ് ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അത്യാവശ്യം പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കും എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് ലിനക്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. ലിനക്സ് ഉപയോഗിക്കുന്നവർ തന്നെത്താനെ കണ്ടുപിടിക്കുക. കാരണം അവർക്ക് ഓൾറെഡി എന്തെങ്കിലും ഒരു നോളജ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചുള്ളവരായിരിക്കും ലിനക്സ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതല്ല കേസെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ ടെലഗ്രാം ഗ്രൂപ്പിലോ പറയുക. അതിനും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേരുണ്ട് ചോദിച്ചു, ഇതിൽ നമുക്ക് ഡേറ്റ ഇപ്പം നമ്മൾ വേരിയബിളായിട്ട് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാമിനകത്ത് തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്നൊരു ഇൻപുട്ട് മേടിക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നില്ല ഇതുവരെ? അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചു. നല്ല ക്വസ്റ്റ്യനാണ്. യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങിക്കുന്നത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യമാണ്.
അത് ബേസിക് അറിയാതെ നമ്മളിപ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി നമ്മൾ എങ്ങനെ ആപ്പ് ഉണ്ടാക്കുന്നത് അത് പറഞ്ഞു. അപ്പോൾ ഈ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു ആപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ബേസിക്സ് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങിക്കുന്ന ആ ഒരു ലെവലിലുള്ള പ്രോഗ്രാമൊക്കെ നമ്മൾ അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്, ഉടനെ തന്നെ ചെയ്യുന്നതാണത്. ഒരുപാട് ദൂരമില്ല ഇനി. അപ്പോൾ ഇതിനൊരു സ്ട്രക്ചർ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്യൂട്ടോറിയലിന്. ആദ്യം തന്നെ നമ്മൾ ബേസ് പഠിക്കുന്നു, അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആപ്പിൻ്റെ യൂസർ ഇൻ്റർഫേസ്, അതായത് UI കാണാൻ പറ്റുന്ന ഭാഗങ്ങൾ എങ്ങനെ ചെയ്യുന്നു പഠിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ യൂസറിൻ്റെ ഇൻപുട്ട് എങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ ഇവൻച്വലി നമ്മൾ പോകുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി പേഷ്യൻസ് കാണിക്കുക, ബേസിക് എല്ലാം ഒന്ന് കവർ ചെയ്യട്ടെ. പിന്നെ ചിലർ ചോദിച്ചു വോയിഡ് ഉപയോഗിക്കുന്നത് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണോ എന്ന്. നമുക്കൊരു വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണോ വോയിഡ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, വോയിഡ് ഉപയോഗിക്കുന്നത് നമുക്ക് റിട്ടേൺ ചെയ്യുന്നില്ല, ഒരു വാല്യൂ തന്നെ നമ്മൾ ആ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിലാണ് നമ്മൾ വോയിഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കും, പ്രിൻറ്റ് ചെയ്യുക അല്ലാതെ അല്ലേ? ശരിയാണ്, പ്രിൻറ്റ് ചെയ്യുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ഈ ഒരു ട്യൂട്ടോറിയൽസിൽ. പക്ഷെ ഒരു ആപ്പിൽ നമ്മൾക്ക് വാല്യൂ റിട്ടേൺ ചെയ്തില്ലെങ്കിൽ പോലും മറ്റു പല കാര്യങ്ങളും ഒരു ആപ്പിൻ്റെ ഫംഗ്ഷനാലിറ്റി വൈസിൽ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഒരു ഫംഗ്ഷനിൽ നമ്മൾ വോയിഡ് ഉപയോഗിക്കുന്നത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. അതും ഒരാൾ ചോദിച്ചൊരു ഡൗട്ടാണ്, അതുകൊണ്ടാണ് ഇത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.